ഹായ് ഗൈസ്, അടിപൊളി ഒരു റെസിപ്പിയാണ്. ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അത് തയ്യാറാക്കാനായിട്ട് 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, മുട്ടയും, ഗരം മസാലയും, പിന്നെ നമ്മുടെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കോളിഫ്ലവർ വേണേ, അത് വെച്ചിട്ടാണ് ഞാനൊരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കുന്നത്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കതൊരു അരിപ്പയ്ക്കകത്തോട്ട് മാറ്റി കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഞാനൊരു അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ചൂടെല്ലാം മാറിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചു. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി പേസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ച് ചേർത്തതിന് ശേഷം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഞാനിത് കൈവച്ച് ഇളക്കുവാണ്. കൈവച്ച് ഇളക്കിയാൽ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇത് കൈവച്ച് ഞാൻ ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് 1/2 മണിക്കൂർ അടച്ച് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഈ സമയം ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ മിക്സ് ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് നമ്മളിങ്ങനെ അനക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. തിരിച്ചിട്ടാനൊന്നും ഇപ്പോൾ പോകണ്ട കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോഴേ തിരിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോകും കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് എല്ലാം തിരിച്ചിട്ട് കൊടുക്കുവാണേ. ഇത് കണ്ടോ, നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കോട്ടിംഗ് ഒന്നും പോയിട്ടില്ല, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ അമൃതം പൊടി വെച്ചിട്ട് ഞാനൊരു ഹൽവ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണണം. അതിന് വ്യൂസൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് എല്ലാം തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങ് കോരി മാറ്റുവാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കോരി മാറ്റുവാണ്. അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം ഇത് കോളിഫ്ലവർ ഫ്രൈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അവർക്കൊക്കെ എപ്പോഴും കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ടേസ്റ്റും മണമൊക്കെ ഉള്ള ഒരു കോളിഫ്ലവറാണ്. പിന്നെ ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ്. നമ്മളിപ്പം ചിലയിടത്തൊക്കെ പോകുമ്പോൾ പിള്ളേരിത് വാങ്ങി കഴിക്കുന്ന കാണത്തില്ലേ, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴേ. അപ്പം ഞാനിത് മുഴുവനായിട്ട് കോരി എടുത്തിട്ടുണ്ട്. അപ്പം കോരി എടുത്തതിന് ശേഷം ഞാൻ അടുത്ത ബാച്ചും കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് കണ്ടോ, കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ കോരിയെടുത്തു. അതേപോലെ ഞാൻ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുവാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞ് കോളിഫ്ലവറാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ ഞാനൊരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതും അധികം വ്യൂസൊന്നും കയറിയിട്ടില്ല കേട്ടോ. എന്താണെന്നറിയില്ല, അധികം വ്യൂസൊന്നും കയറിയിട്ടില്ല. കുറച്ച് ആളുകളിലേക്കൊക്കെ അത് എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അപ്പം മുഴുവനായിട്ട് ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ സൂപ്പറായിട്ടുള്ളൊരു നല്ലൊരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ
ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ എല്ലാം ഇതേപോലെ ഫ്രൈ ആക്കി കോരി എടുത്തതിനകത്തോട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഞാനൊരു 2 പച്ചമുളക് ഇതേപോലെ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ കഴിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൈ ആണിത്. നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ചിക്കൻ 65 ഒക്കെ പോലെയൊക്കെ തോന്നും. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നല്ല കാണാൻ ഭംഗിയായിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ അറിയാം. എന്നാലും എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്ത ഇതേപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഉടനെ വരും. താങ്ക്